ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുകയാണ്. എന്നിട്ട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട രേവതിയാണെങ്കിൽ എന്താണ് ഈ സന്തോഷ വാർത്ത? ചേച്ചി, ഈ സന്തോഷ വാർത്ത ഞാൻ ചേച്ചിയുടെ അടുത്ത് ആദ്യം പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു പോയി. ചേച്ചി, എൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു. ദേവു, നീ നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുക്കണ്ടല്ലോ, അതിന് മാത്രം എന്ത് കാര്യമാണ് നടന്നത്? ചേച്ചി, എൻ്റെ എക്സാം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ? കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നുള്ള കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റിസൾട്ട് വന്നു ചേച്ചി. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്നുള്ള കാര്യം കൂടി ദേവു പറഞ്ഞ് കേട്ട ഉടനെ തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ രേവതിയാണെങ്കിൽ ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. മോളെ, നീ പാസ്സായല്ലേ? അതെ ചേച്ചി, ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ ഞാൻ പാസ്സായി. ഇങ്ങനൊരു സന്തോഷ വാർത്ത വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് രേവതി പറയുമ്പോൾ, അതെന്താ ചേച്ചി, ഞാൻ പാസ്സാവില്ലെന്ന് ചേച്ചി വിചാരിച്ചോ? അതല്ലടി, നീ പാസ്സാവുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇതെന്തായാലും നമ്മുടെ കുടുംബത്തിന് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമാണ്. നീ എന്തായാലും അച്ഛന്റെ ആഗ്രഹം സാധിച്ചു. എനിക്ക് ഈ സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. കണ്ണിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ സന്തോഷം കൊണ്ട്. ചേച്ചി, ഇതിനെല്ലാം കാരണം ചേച്ചിയാണ്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പ് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി കഷ്ടപ്പെട്ടില്ലേ? ഈ ഡിഗ്രി എനിക്ക് കിട്ടിയതിന് കാരണം ചേച്ചി ഒരാൾ മാത്രമാണ്. അതൊന്നുമല്ല, ഇതിനെല്ലാം കാരണം നിന്റെ കഴിവാണ്. നമ്മുടെ കുടുംബത്തിന്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നീ നന്നായിട്ട് പഠിച്ചു. അതാണ് ഇപ്പോൾ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിലാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് രേവതി എനിക്കൊരു ചായ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് രേവതി കരയുന്നുണ്ടല്ലോ. എന്താ രേവതി, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സച്ചി, ദേവു ദാ സച്ചിയേട്ടൻ വന്നിട്ടുണ്ട്, നീ തന്നെ സച്ചിയേട്ടനോട് പറയേ. ദാ ദേവുവാണ്, സച്ചിയേട്ടൻ സംസാരിക്കേ. നീ രേവതി എന്തിനാ കരഞ്ഞെന്നുള്ള കാര്യം ആദ്യം പറ, അതെല്ലാം ദേവു പറയും. ഫോൺ എടുത്തിട്ട് ദേവു എന്തിനാണ് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ദേവു ആണെങ്കിൽ, സച്ചിയേട്ടാ, ഞാൻ കോളേജ് ഡിഗ്രി കഴിഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്ന് പറയാണേ. ആഹാ ദേവു, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ നീ ഇപ്പോ ഡിഗ്രി ഹോൾഡർ ആണല്ലേ? അതെ സച്ചിയേട്ടാ, കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ. ഓ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രേവതിയുടെ കണ്ണ് എന്താണ് കലങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം. എന്റെ കണ്ണും ഇപ്പോൾ കലങ്ങുന്നുണ്ട്. പഠിപ്പില്ലാത്തവർക്കാണ് ദേവു അതിന്റെ വില എന്താന്നുള്ള കാര്യം അറിയാം. ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ആശംസകളൊക്കെ സച്ചി അറിയിക്കുമ്പോൾ താങ്ക് യു എന്നുള്ള കാര്യം ദേവും പറയുന്നുണ്ട്. ഞാനും ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, നിന്റെ ചേച്ചിക്കും പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും കുടുംബത്തിന്റെ കഷ്ടതകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നീ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായില്ലേ? ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ്. സച്ചേട്ടൻ ചേച്ചിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ, ഇതെന്തിനാ ദൈവത്ര ചോദിക്കാനിരിക്കുന്നത്? ഞാനും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരും, നിനക്ക് മാലയുമായിട്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. ഫോൺ വെച്ച ഉടനെ തന്നെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് സച്ചിയെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണേ. രേവതി, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പഠിപ്പില്ലാത്തത് കൊണ്ട് എത്ര സ്ഥലത്ത് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാ ദേവു ഇന്ന് അത് സാധിച്ചു കാണിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വാ രേവതി, നമുക്ക് ഉടനെ തന്നെ ദേവുവിനെ കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ, അതിനു മുമ്പ് നമുക്ക് ഈ സന്തോഷം വീട്ടിൽ എല്ലാവരും അറിയിക്കേണ്ട സച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് വേണം, നീ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. രേവതി അങ്ങനെ ഓടിപ്പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുവാണേ. പുറകെ സച്ചിയും ചെല്ലുന്നുണ്ട്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്നിട്ട് രേവതി, അച്ഛ, ദേവു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യം പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ ആണ് അവള്. അച്ഛ, ഇത് വലിയൊരു കാര്യമല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ആണടാ, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനെല്ലാം കാരണം രേവതിയാണ്. അയ്യോ അച്ഛ, ഞാൻ എന്ത് ചെയ്തു എന്നാണ്? അവള് പഠിച്ച് പാസ്സായതല്ലേ? അല്ല രേവതി, അവസാനമായിട്ട് നിന്റെ അച്ഛൻ നിന്റെ പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം അവർക്ക് ശേഷം ആ കുടുംബം രക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നിന്റെ കയ്യിലാണുള്ളത്. ഇപ്പോ അവരുടെ മകള് ഡിഗ്രി ഹോൾഡർ ആവാൻ വേണ്ടി പോവുകയാണ്. ആ ആത്മാവ് ഇപ്പൊ എന്തായാലും സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് രേവതി. അച്ഛനും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊരു സന്തോഷമുള്ള കാര്യം നടന്നു കഴിഞ്ഞാലും അച്ഛനും ആ സന്തോഷത്തിൽ പങ്കുചേരും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് സന്തോഷം മാത്രമല്ല, അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് രേവതി. അത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര, വാ ഇരിക്കി, ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ചന്ദ്ര ചോദിക്കുന്നത്, എന്താ രവിയേട്ടാ, നിങ്ങളുടെ പെൻഷന്റെ ക്യാഷ് കൂട്ടിയോ എന്നാണ്. കാശ് വന്ന മാത്രമാണ് ചന്ദ്ര നിനക്ക് നല്ല കാര്യം. അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് രവിയേട്ട അത്രയും വലിയൊരു കാര്യം? ചന്ദ്ര ഭയങ്കര എക്സൈറ്റഡ് ആയി ചോദിക്കുമ്പോൾ, ദേവു ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യം പറയുന്നതോട് കൂടിയിട്ട്, ഓ ഇതാണോ അപ്പൊ ഇത്ര വലിയ കാര്യം എന്നുള്ള മട്ടിലാണ് ചന്ദ്ര. അതെ അമ്മേ, എന്റെ ദേവു
ഡിഗ്രി പാസ്സായി, അതും ഫസ്റ്റ് ക്ലാസ്സോട് കൂടി. അതെങ്ങനെയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, അവൾ പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതിയിട്ട് പാസ്സായി. ഓ, ഇവളൊക്കെ അല്ലെങ്കിൽ ഡിഗ്രി മേടിച്ചിട്ട് എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? വീട്ടിൽ ചുമ്മാ ഷോക്കേസിൽ ഇങ്ങനെ വെക്കാം, എന്താണെന്നുണ്ടെങ്കിലും മുളവളക്കാൻ തന്നെയല്ലേ പോകുന്നത്. എന്തൊരു കാര്യത്തെയും എന്തിനാ ചന്ദ്ര ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പറയുന്നതെന്ന് രവി ചോദിക്കുന്ന കേട്ട ഉടനെ സച്ചി പറയുന്നുണ്ട്, അതച്ചാ വേറൊന്നുമല്ല, അമ്മയുടെ നാക്കിന്ന് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉയർന്ന ശബ്ദത്തോടെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സച്ചി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതിയാണെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുകയാണേ. ഇത് കണ്ട രവി, നീ എന്തിനാ ചന്ദ്രയെ അവനെ നോക്കി പേടിപ്പിക്കുന്നത്? കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പഠിച്ച് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് പാസ്സായത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല വാക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ ചന്ദ്രേ? അച്ഛാ, അത്രയും നല്ല കാര്യങ്ങളൊക്കെ അവരുടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ചോദിക്കുകയാണ് സച്ചി ചിരിച്ചിട്ട്. അത് കറക്റ്റ് ആണെന്ന് രവിയും. രേവതി, നിന്റെ അനിയത്തി ഇന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ ത്യാഗമാണ്. നീ പഠിപ്പ് നിർത്തിയിട്ട് നിന്റെ അനിയനെയും അനിയത്തിയും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചില്ലേ? ഇപ്പോൾ അവൾ പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തു. അവരെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദഹിക്കില്ലല്ലോ. ഇപ്പോൾ ഡിഗ്രി മേടിക്കുന്നതൊക്കെ അത്ര വലിയൊരു കാര്യമാണോ? പണ്ടത്തെ കാലത്ത് ഡിഗ്രി വാങ്ങുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയാണോ? ചുമ്മാ 4 ദിവസം കോളേജിൽ പോകുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കാനുണ്ടോ ചന്ദ്ര? പക്ഷെ അപ്പോഴേക്കും ചന്ദ്രയുടെ അടുത്ത് അമ്മ അവിടെ നിന്ന് നിന്നെന്ന് പറഞ്ഞിട്ട് സച്ചി ഓടിപ്പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുവാണേ. ഇതാ അമ്മേ, ഈ ഗ്ലാസ് വെള്ളം കുടിച്ചോളാൻ പറയുന്നുണ്ട്. ഞാനതിന് വെള്ളമൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, നിങ്ങളുടെ വയറ് വല്ലാതെ എരിയുന്നുണ്ട്, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് അണഞ്ഞോളൂ. എടാ, ഇതൊക്കെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണോ? അവള് മൊത്തത്തിൽ നിന്ന് എരിയുമല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടി പറ്റുമോ? അത് കേട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെന്താ അവന്റെ കൂടെ ചേർന്നിട്ട് എന്നെ കളിയാക്കണോ എന്ന് ചോദിക്കുകയാണേ. ഇവളുടെ അനിയത്തി ഡിഗ്രി വാങ്ങിയതിൽ ഞാൻ എന്തിനാ എന്റെ വയറ് ഇരിക്കുന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും ആരാണ് ആന്റി ഡിഗ്രി മേടിച്ചതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ എന്റെ അനിയത്തി ദേവു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദേവു ഡിഗ്രി പാസ്സായ കാര്യം കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആഹാ, നല്ല കാര്യമാണല്ലോ രേവതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി, ഇതൊക്കെ വലിയൊരു കാര്യമാണോ? ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ഡിഗ്രി വാങ്ങാൻ വേണ്ടി പറ്റും. എന്നെ പോലെ 4-5 ഡിഗ്രി ഒക്കെ മേടിക്കുന്നതാണ് വലിയ കഷ്ടമായിട്ടുള്ളൊരു കാര്യം. കുറച്ചും കൂടി സമയം കിട്ടുമായിരുന്നെങ്കിൽ നീ ജോലിക്കൊന്നും പോവാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു, അച്ഛന്റെ കാശ് കൊണ്ടേ തുലയ്ക്കാൻ. നീ പഠിച്ചതിന്റെ പിന്നില് എന്റെ അച്ഛന്റെ അധ്വാനം ഉണ്ടടാ. നിനക്കെന്ന് തനിയെ ഒരു റൂം, നീ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് നിന്റെ കയ്യിൽ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു, ബുക്ക്, വസ്ത്രങ്ങൾ എല്ലാം. എന്നാ ദേവു അങ്ങനെയല്ല, എല്ലാത്തിനും അവൾക്ക് കാത്തിരിക്കണമായിരുന്നു. കാരണം വീട്ടില് ദിനക്കൂലിയാണ്. ഒരു പെൻസിൽ പോലും കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കാത്തിരുന്നാൽ മാത്രമേ അത് അവളുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അല്ലേ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് രേവതി തലയാട്ടുന്നുണ്ട്. ഈ അവസ്ഥയിലും ദേവു ഡിഗ്രി ഹോൾഡർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്റെ അമ്മായപ്പന്റെയും അമ്മായമ്മയും എന്ത് രേവതിയുടെയും എല്ലാവരുടെയും അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വിലയുണ്ടടാ. ഇതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ കാര്യം? നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാൻ വേണ്ടി പോകുന്നത്? നിന്നെ പോലെ ആളുകൾക്ക് പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർ പഠിപ്പിക്കുന്നതിന്റെ കഷ്ടപ്പാട് എന്താന്നുള്ള കാര്യം അറിയാൻ കഴിയില്ല. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട്, ഒന്നിനെ അങ്ങനെ കുറച്ച് കാണാൻ വേണ്ടി പാടില്ല സുധി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളുകള് ഡിഗ്രി മേടിക്കുന്നതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് സുധി. എടാ നോക്കടാ, പൗഡർ ഇടത്തേക്ക് മനസ്സിലായി, പക്ഷെ നിനക്ക് അതൊന്നും മനസ്സിലാവില്ല. രേവതി, ദേവുവിന് ഇതിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ അവളുടെ അടുത്ത് പറയാൻ വേണ്ടി പറ, നമ്മൾ പഠിപ്പിക്കും അവളെ. സച്ചിയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, അതിന് ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞിട്ട് സുധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും സുധി തലങ്ങനെ കുനിച്ചു നിൽക്കുവാണേ. അതേസമയം അച്ഛനും സുധിയെ നോക്കുന്നുണ്ട്. ശരി, അതൊക്കെ വിട്ടേക്ക്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് എന്താണോ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് പറയാൻ വേണ്ടി പറയുന്നത്. സച്ചി പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. ആരെയാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ ദേവുവിനെയാണടാ. അവള് എക്സാം എന്തോ എഴുതിയിട്ടിരിക്കല്ലേ? അതേ ശ്രീകാന്ത്, റിസൾട്ട് വന്നു, അവള് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി പാസ്സായി. ആണോ ചേച്ചി, സൂപ്പർ ആണല്ലോ, കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടിയിട്ട് വർഷയും പറയുന്നുണ്ടേ. നമുക്ക് തന്നെ വർഷയെ അവളെ വിളിച്ചിട്ട് പറയാം. ആ പറയാം, അമ്മയും ഹെൽപ്പ് ചെയ്ത് പാർട്ട് ടൈമിൽ വർക്കും ചെയ്ത് ഇത്രയും കഷ്ടതയിലും അവള് പഠിച്ച് പാസ്സായിട്ടിരിക്കുന്നു. ഷീ ഈസ് റിയലി ഗ്രേറ്റ് എന്നൊക്കെ വർഷ പറയാണേ. അവളെ പുകഴ്ത്തി പറയുന്നൊന്നും കേട്ടിട്ട് ചന്ദ്രയുടെ മുഖത്ത് അങ്ങനെ തെളിച്ചൊന്നും വരുന്നില്ല കേട്ടോ. ഒരുമാതിരി നോട്ടം നോക്കുവാണേ വർഷയെ. രേവതി ചേച്ചി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം ഒരു തവണ അങ്കിള് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണല്ലേ. അവളുടെ ആ നല്ല മനസ്സാണ് വർഷയെ ഇന്ന് ദേവുവിന് ഒരു വഴികാട്ടിയായിട്ട് മാറിയതെന്നുള്ള കാര്യം അച്ഛൻ പറയാണേ. തുടർന്ന് വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നത്, ശ്രീകാന്തെ, ഇന്ന് നിന്റെ ഇഷ്ട സ്റ്റൈലില് ഒരു ബിരിയാണി ഉണ്ടാക്കുക, നമുക്ക് വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്നാണ്. അത് കേട്ടോണോ ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. അതെന്തിനാ ഇവിടെ ഉണ്ടാക്കുന്നത്? അവരുടെ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തോളേ. അവളും നമ്മുടെ ഫാമിലിയിലുള്ള ആള് തന്നെയല്ലേ ആന്റി. അവളുടെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയല്ലേ ആന്റി. ഇതൊക്കെ വർഷ ഒരു വലിയ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ആന്റി, ഡിഗ്രി മേടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്.
ആൻറ്റി അങ്ങനെ പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം ആൻറ്റിക്ക് മനസ്സിലാവുമായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര നൈസായിട്ട് തല താഴ്ത്തുവാണേ. അതൊന്നും പക്ഷേ ഇവർക്ക് മനസ്സിലാവില്ല. ദേ ഓടിപ്പോയവനുണ്ടല്ലോ, അവനാണ് ഇവരുടെ മുമ്പിലെ ഏറ്റവും വലിയ അറിവുള്ള ആള്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവൻ വെറും ഒരു പൊട്ടനല്ലേ. ശ്രുതിയെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് തുള്ളിച്ചാടുന്നുണ്ട്. സച്ചി, ദേവു പാസ്സായത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ. വർഷ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായാലും ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം. ചേച്ചി ഇന്ന് ചേച്ചിയുടെ കിച്ചണിന് അവധി കൊടുത്തേക്കെന്ന് പറയാണേ. അത് മാത്രമല്ല ശ്രീകാന്തേ, നമുക്ക് ദേവുവിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. ഒരു വാച്ച് മേടിച്ചു കൊടുത്താലോ? ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വർഷേ, അവളെന്താ കളക്ടറോ മറ്റോ ആയതാണോ? പിന്നെ എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? എന്താ ചന്ദ്രയെ, കളക്ടർമാർക്ക് മാത്രമേ വാച്ച് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? അവര് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതില് നിന്റെ പ്രശ്നം എന്താണ്? എന്തേലൊക്കെ ചെയ്യേ, അല്ലെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണേ. തുടർന്ന് രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നുണ്ട് കേട്ടോ. ദേ അമ്മയെ വിളിക്കുന്നെന്ന് പറയുമ്പോൾ എടുത്ത് സംസാരിക്കുക രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി ഫോൺ എടുത്ത ഉടനെ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ദേവു കാര്യം പറഞ്ഞില്ലേ എന്ന്. അമ്മയെ പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവൾ നിന്നെ വിളിച്ചത്. ദൈവം നമ്മുടെ വീട്ടിലേക്ക് ഒരു വെളിച്ചം കാണിച്ചു തന്നു. ഞങ്ങളിപ്പോൾ അമ്പലത്തിലാണ് ഉള്ളത്. നീ സച്ചിയെയും കൂട്ടിയിട്ട് മോളെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മേ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ നമ്മൾ രണ്ടുപേരെടുത്തും അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്ന്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അച്ഛ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ അവരുടെ ഒപ്പം തന്നെ വേണം, വേഗം ചെല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അവരെ യാത്ര അയക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അമ്പലത്തിലാണ് കാണിക്കുന്നത്. ചേച്ചിമാരെല്ലാവരും ഉണ്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബം എന്താവും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം നല്ല പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. രേവതിക്ക് നല്ലൊരു പയ്യനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ദേവു ആണെന്നുണ്ടെങ്കിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിഗ്രിയും പാസ്സായി. തനിയെ ഒരാളായി നിന്നുകൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം നടത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം ദേവിയുടെ കടാക്ഷാണെന്നുള്ള കാര്യമാണ് ലക്ഷ്മി പറയുന്നത്. ദേവുവിനും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അവള് നിന്നെ സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തല്ലോ. അപ്പോഴേക്കും വേറൊരു ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരും വിഷയമെല്ലാം അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവർ വരുന്ന സമയത്ത് ബ്ലാക്ക് കോട്ടൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് ദേവുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കോളേജിലെ കോൺവെക്കേഷൻ ഇടുന്ന കോട്ടല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അത് എല്ലാ കോളേജിലും ഇടുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ദേവു പാസ്സായല്ലോ, ഇപ്പോൾ ഇത് ഇടാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് അത് കൊടുക്കുവാണ്. എന്തായാലും ഈ ഡ്രസ്സാണല്ലോ ആ സമയത്ത് ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഞാൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഫോട്ടോ എടുക്കാമല്ലോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് വാടകയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. ദേവു ഇതാ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കുമ്പോൾ ദേവു ഇടുവാണ്. കോട്ട് മാത്രമല്ല തലയിൽ തൊപ്പിയും വെക്കുന്നുണ്ട്. ആ വേഷത്തിൽ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിക്കാനൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ട ഉടനെ തന്നെ ദേവു ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ കരിമ്പ് മെഷീൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുവാണേ. അവിടെ ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നാൾ മുഴുവനും നിന്നുകൊണ്ട് കഷ്ടപ്പെട്ടു. അച്ഛൻ കാരണമാണ് എനിക്ക് ഇതെല്ലാം നേടാൻ വേണ്ടി പറ്റിയത്. അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവുവിന്റെ അരികിലേക്ക് അമ്മയും ചെന്നിട്ട് സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ശരത്താണെന്നുണ്ടെങ്കിൽ, ദേവു നീ എന്തിനാ ഇപ്പം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചേട്ടാ അവരെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ വെച്ചിട്ട് ദേവുവിന്റെയും അമ്മയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ ഓടി ചെന്നിട്ട് ദേവു ചേച്ചി എന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. സച്ചിയും അതുപോലെ തന്നെ രേവതിയും രണ്ടുപേരും ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. ദേവു ഞങ്ങൾക്കും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, പഠിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നീയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൂടെ നിന്ന് സഹായവും അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് പാസ്സാവുകയും ചെയ്തു. ഇത് വലിയൊരു കാര്യം തന്നെയാണ് ദേവു. രേവതിയും സച്ചിയും വരുന്ന സമയത്ത് സ്വീറ്റ് ഒക്കെ മേടിച്ചിട്ടാണ് വരുന്നത്. അത് ദേവുവിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ചേച്ചിമാർക്കും രേവതി കൊണ്ടുപോയിട്ട് സ്വീറ്റ് കൊടുക്കുവാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, എന്തായാലും ദേവു നിനക്ക് ഈ വക്കീൽ കോട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന്. അയ്യോ സച്ചേട്ടാ, ഇത് വക്കീൽ കോട്ടല്ല, ഡിഗ്രി പാസ്സായവർ ഇടുന്ന കോട്ടാണെന്ന് പറയുമ്പോൾ ആഹാ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ദേവു നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് ഡിഗ്രി മേടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഭാഗ്യമുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി പോയി. ഇതിനെല്ലാം കാരണം സച്ചേട്ട രേവതി ചേച്ചിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാ ദേവു നീ പറയുന്നത്? ചേച്ചി എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. എപ്പോഴും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു മേടിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി പഠിത്തം നിർത്തിയത്? ആണോ, രേവതി ഫസ്റ്റ് റാങ്ക് മേടിക്കാറുണ്ടായിരുന്നോ? അതെ, രേവതി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. തുടർന്ന് ദേവു ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പഠിപ്പ് നിർത്തിയിട്ട് അമ്മയുടെ
കൂടെ പൂ കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ചേച്ചി കാരണമാണ് ഇങ്ങനൊരു ലൈഫ് എനിക്ക് കിട്ടിയത്. നീ എന്തിനാ ദേവു ഇതിനൊക്കെ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ചേച്ചി, ചേച്ചി ഒരാൾ കാരണം മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വിജയം നേടാൻ വേണ്ടി സാധിച്ചത്. ദേവു അങ്ങനെയൊന്നുമില്ല. ചിലരൊക്കെ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ക്ലാസ്സിലൊന്നും പോവാതെ ഒരു ചുറ്റി പഠിക്കൊന്നും ചെയ്യാതെ നടക്കും. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ നീയാണ്. അതിന്റെ എല്ലാം കഴിവ് നിനക്കുള്ളതാണ്. ഇനി നീ എപ്പോഴും നന്നായിട്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഭയങ്കര സെന്റിയാണല്ലോ. അത് കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ കരയുന്നത്? നീ കരഞ്ഞിട്ട് വെറുതെ ആ ദേവുനും കൂടി കരയിപ്പിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ്. രേവതി എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കുന്ന അതിലൊരു ചേച്ചി പറയുമ്പോൾ വാ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ശരത്തിനും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി അവരാദ്യം ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുവാണ്. സച്ചിയേട്ടനും കൂടി വാ ഫോട്ടോ എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദേവു വിളിക്കുന്ന സമയത്ത് ദേവു നീയല്ലേ പഠിച്ചിട്ട് ഡിഗ്രി മേടിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാ വെറുതെ ഫോട്ടോയിൽ വന്ന് നിൽക്കുന്നത്? അപ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയേട്ടനും കൂടി വാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ദേവു എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഒന്നും നേടാതെ ഒരുപാട് ഫോട്ടോസ് എടുക്കും. എന്നാൽ നീ അതുപോലെയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കോളേജ് പിള്ളേർ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ പോയിട്ട് ഇരിക്കുന്നത്. എന്തിന് എൻ്റെ കാറിൽ തന്നെ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അതുപോലത്തെ ഒരു പേടിയും എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവളുടെ കോളേജിലെ അധ്യാപകരെ എല്ലാവരും ഇവളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനാണ് പൊറുപ്പായിട്ടിരിക്കുന്നുള്ള കാര്യം പറയുക. അതാണ് ഇവിടെ ചിലവർക്ക് അറിയാത്തതെന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ മുഖത്തേക്ക് നോക്കുവാണേ. നമ്മുടെ കുടുംബം നമുക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ കണ്ടവന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങും. എന്നാ ദേവു നീ അങ്ങനെയല്ല. നീ പഠിച്ച് പാസ്സായി. ഇനി നിനക്ക് എന്തോരം പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ നിന്നെ പഠിപ്പിക്കാം. വേണ്ട സച്ചേട്ടാ, എന്തായാലും എന്റെ പഠിത്തം ഇത് മതി. എനിക്കിനി ജോലിക്ക് പോകണം. ഒരുപാട് നാള് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടില്ലേ, ഇനി അമ്മയ്ക്കൊരു റെസ്റ്റ് കൊടുക്കണം. അമ്മയും അതുപോലെ തന്നെ രേവതി ചേച്ചിയും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സച്ചിയേട്ടനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അയ്യോ ഞാൻ എന്ത് ചെയ്തു എന്നാ സച്ചി ചോദിക്കുമ്പോൾ, അല്ല സച്ചി മോനെ, ദേവു പറഞ്ഞതുപോലെ തന്നെ നീയും ഞങ്ങളുടെ കുടുംബത്തിന് ഒരു തണലായിട്ടുണ്ട്. മരുമകനായിട്ടല്ല, ഞങ്ങളുടെ വീട്ടിലെ മൂത്ത മകനായിട്ടാണ് സച്ചി എപ്പോഴും നിന്നിട്ടുള്ളത്. അത് കേട്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ലക്ഷ്മി ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. സച്ചി കാരണം എന്തായാലും രേവതിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയത്. ഇപ്പോ ദേവുവിനും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പോവാണ്. ഇത് കേട്ട സച്ചി പറയുന്നത്, അച്ഛമ്മ എപ്പോഴും പറയും മക്കള് നന്നായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾ ചെയ്ത പുണ്യമാണെന്ന്. നിങ്ങളുടെ മക്കൾ നന്നായിട്ടിരിക്കാനുള്ള കാരണം അച്ഛനും അമ്മയും ചെയ്ത പുണ്യമാണ്. ഇത് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ലക്ഷ്മി. അപ്പോഴേക്കും ദേവു ആണെന്നുണ്ടെങ്കിൽ ആ കോട്ട് ഊരിയിട്ട് രേവതിയുടെ അടുത്ത് ഇടാൻ വേണ്ടി പറയുവാണേ. ഞാൻ എന്തിനാണ് ദേവു ഇതൊക്കെ ഇടുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഈ വിജയം ചേച്ചിയും കൂടി കാരണമാണ്. ചേച്ചിയുടെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി കോൺവെക്കേഷൻ കോട്ടൊക്കെ ഇട്ടിട്ട് ദേവുവിനൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി പറയുന്നത്, ശരത്തെ കണ്ടില്ലേ ദേവു പാസ്സായത്, അതുപോലെ തന്നെ നീയും പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവണമെന്ന് പറയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേവു പഠിച്ച് പാസ്സായി എന്ന് കരുതിയിട്ട് നീ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കയറ്റി വെക്കണ്ട. ചിലർക്ക് ഇപ്പോഴും ഉത്തരവാദിത്തം വന്നിട്ടില്ല. ശരി ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും ഞാനും കൂടെ വരാമെന്ന് രേവതി പറയുന്നുണ്ട്. വേണ്ട വേണ്ട, നീ എല്ലാവരുടെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണേ.